സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഗുരുവിൻ്റെ കുടുംബാംഗം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആശ്രമത്തെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോസ് ഇറക്കുന്ന ഒരു ചാനലുണ്ടല്ലോ. അപ്പോൾ ആ ചാനലിൽ ഇരുന്നു കൊണ്ട് അയാൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അനാവശ്യമായ പല പല കാര്യങ്ങൾ ഉന്നയിച്ചും ആരോപണങ്ങൾ, കള്ള ആരോപണങ്ങളും അയാളുടെ കെട്ടുകഥകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുള്ളി പറയുന്ന ഈ പല കാര്യങ്ങളില് യഥാർത്ഥത്തില് ഇത് ഒരുപാട് പേരെ വഴിതെറ്റിക്കുന്ന ചില കാര്യങ്ങൾ അയാൾ പറയും. കള്ളക്കഥകൾ പറഞ്ഞിട്ട് ആൾക്കാർക്ക് തന്നെ ഇത് ശരിയോ തെറ്റോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അത് വിശദീകരണം കൊടുക്കാറുണ്ട്. അപ്പം വിശദീകരണം കൊടുക്കുമ്പോൾ അത് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് പേഴ്സണലായിട്ടോ അല്ലാതെയും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്, ഇത് വളരെ നല്ലതാണ്, ഞങ്ങൾക്ക് ഇത് വളരെ ഉപയോഗപ്പെടുന്നുണ്ട്, അപ്പോൾ ഇത് തുടരണം. കാരണം ഇതിപ്പോ ഇയാളുടെ ഈ ഒരു സംസാരത്തിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ജനറലി ഒരു തോട്ട് ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ ശ്രീ കൊടുക്കുന്നത് കൊണ്ട് അത് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തില്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആശ്രമത്തിലെ പന്തിയിൽ വെച്ചിട്ട് ഗുരുവിന്റെ അനിയനായിട്ടുള്ള അരവിന്ദൻ മാമൻ ശ്രീയുടെ അടുത്ത് യാദൃശ്ചികമായിട്ട് പന്തിയിൽ വന്നിരുന്നു. അങ്ങനെ അദ്ദേഹമായിട്ട് ശ്രീ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് അദ്ദേഹമായിട്ട് സംസാരിച്ചതെന്ന് ഇപ്പൊ വ്യൂവേഴ്സിനും അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ശ്രീ അത് എന്താണ് അരവിന്ദൻ മാമനുമായിട്ട് ശ്രീ കുറച്ചു നേരം സംസാരിക്കുന്നത് കണ്ടല്ലോ, എന്താണ് സംസാരിച്ചതെന്നൊന്ന് ഷെയർ ചെയ്യാമോ? സദ്ഗുരുവേ ശരണം. അരവിന്ദൻ മാമനെ നമ്മളിങ്ങനെ പലപ്പോഴും കാണാറുണ്ടെങ്കിലും നമുക്കിങ്ങനെ ഒരുപാട് സംസാരിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ പന്തിയിൽ വെച്ച് ഇങ്ങനെ യാദർച്ഛികമായിട്ട് മാമൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു വിഷമമായിരുന്നു. കാരണം മാമനിനി ഞാൻ പറഞ്ഞ വാക്കുകൾ വല്ലതും കേട്ടിട്ടുണ്ടോ, തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? കാരണം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുണ്ടായി, ഗുരുവിൻ്റെ ഈ ജന്മത്തിൽ പല രീതിയിലുള്ള വിഷമതകൾ ഗുരു അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം ഗുരുവിൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അത് അങ്ങനെ പറയാനുള്ളൊരു കാരണം മറ്റൊരു വ്യക്തി ഇങ്ങനെ ചാനലിലിരുന്ന് ഇങ്ങനെ ആശ്രമത്തെ ഇങ്ങനെ പല രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിവൃത്തിയില്ലാതെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ കാര്യം. നമ്മളിങ്ങനെയൊക്കെ അഭിമാനിക്കാൻ പാടില്ല, ഇതിങ്ങനെ അഹങ്കരിക്കാനുള്ളൊരു കാര്യമല്ല. വളരെ എളിമയോടെയൊക്കെ നിൽക്കണം, അല്ലെങ്കിൽ വളരെ സമർപ്പിത സ്വഭാവത്തിലാണ് ഈ ഗുരുമാർഗത്തിൽ പ്രവർത്തിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വളരെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ സംസാരിച്ചതാണ്. ഒരിക്കലും നമ്മുടെ ഒരു ശിഷ്യ പരമ്പരയുടെ സ്ഥാനത്ത് നിന്ന് നമുക്കങ്ങനെ ഒരു സംസാരിക്കാൻ പാടില്ല. അതിന് ഞാൻ മാമനോട് പരസ്യമായി മാപ്പ് പറയുന്നു. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ സംസാരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഈ കുപ്രചരണങ്ങളും ഈ അപവാദ പ്രചരണങ്ങളും, കാരണം ആശ്രമത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്